കണ്ടുവരുന്ന ഒരു അദൻസീവ് ടൈപ്പ് ബുക്ക് കവറാണ് കേട്ടോ ഇത്. അങ്ങനെ ഞാനും വാങ്ങിച്ചിട്ടോ ദിറ്റാലൊന്ന്. അപ്പോൾ എനിക്ക് കുറച്ച് ബുക്സൊക്കെ പൊതിയാനുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ഇത് ട്രാൻസ്പാരൻ്റ് ആണ്, പിന്നെ അദൻസീവ് ആണ്. പിന്നെ ഇതിൽ അവർ പറയുന്നുണ്ട് ഈസിയാണ്, 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ബുക്ക് കവർ ചെയ്തെടുക്കാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടിയിട്ടും ഞാൻ ആദ്യം വാങ്ങിച്ച സമയത്ത് ഞാൻ സൈസ് മാറിപ്പോയത് കാരണം പിന്നെ വീണ്ടും വാങ്ങിച്ചാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ സൈസ് എന്ന് പറയുമ്പം അത് ഓൾറെഡി അവർ കട്ട് ചെയ്തിട്ടൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് കുറച്ചും കൂടി വലുത് വാങ്ങിക്കേണ്ടി വന്നപ്പം അതിന് ഈ ഒരു ഫുൾ ഷീറ്റ് ഇതുപോലെ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ തന്നെയാണ് ചെയ്തത്. പിന്നെ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തൂടെ പീൽ ചെയ്യാനുള്ള ചെറിയൊരു പോർഷൻ അവരവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ പീൽ ചെയ്തതിന് ശേഷം ഞാൻ 4 സൈഡും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ഒരു സൈഡ് ഇതുപോലെ പീൽ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു അത്ര സിമ്പിൾ അല്ല കേട്ടോ. നമ്മൾ നല്ലോണം കെയർ ചെയ്യുക തന്നെ വേണം നമ്മൾ ഇത് സ്റ്റിക്ക് ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ നമുക്കറിയാമല്ലോ വാൾ സ്റ്റിക്കറും വാൾപേപ്പർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സ്റ്റിക്ക് ചെയ്യുമ്പോൾ ഈ ബബിളൊന്നും വരാത്ത രീതിയിൽ നമ്മളിങ്ങനെ സ്റ്റിക്ക് ചെയ്തെടുക്കുക എന്ന് പറയുന്ന ഒരു ടാസ്ക്കാണ്. അപ്പം എനിക്ക് അതുപോലെ ഇത് തോന്നി. പക്ഷേ ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞാൽ ഈ ഒരു പ്രോസസ്സ് എന്നൊക്കെ പറയുന്നത് കുറച്ച് സിമ്പിൾ തന്നെയാണ് കേട്ടോ. നമ്മൾ ബുക്ക് കവറിങ് ചെയ്യുന്നതിനെക്കാട്ടിലും. പക്ഷേ ഫസ്റ്റിൽ നമ്മളുടെ ആ ഒരു കവറിങ് സ്റ്റിക്ക് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ചെറിയൊരു ടാസ്ക്കായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ എനിക്ക് ഈ ഒരു ട്രാൻസ്പാരൻ്റ് ഒക്കെ ഉള്ളത് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10ൽ എത്ര മാർക്ക് കൊടുക്കുമെന്ന് വെച്ചാൽ ഒരു 7, 6 അത്രയൊക്കെയാണ് എനിക്കൊരു ഇത് പറയാനുള്ളത് കേട്ടോ. പിന്നെ ആക്ച്വലി ഞാനതൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് വാങ്ങിച്ചിട്ടുണ്ടായത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു 4 ബുക്കേ പൊതിയാനുണ്ടായിരുന്നുള്ളൂ. കാരണം ബാക്കി സ്കൂളിലെ ബുക്സിനൊക്കെ അവർ സ്കൂളിൽ നിന്ന് തന്നെ നമുക്ക് ബുക്ക് കവറിങ് ആയിട്ട് തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള 16 ഷീറ്റോളം 2 സൈസിൽ 10 ഷീറ്റ് ഒരു സൈസും 6 ഷീറ്റ് ഒരു സൈസും വെറുതെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ആർക്കെങ്കിലും ഉപകാരം ആയിക്കോട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അർഹതപ്പെട്ട ആരെങ്കിലും ഇത് വേണം എന്നുണ്ടെങ്കിൽ ഇതൊന്ന് കിട്ടിയാൽ കൊള്ളാമെന്ന് വിചാരിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് മെയിൽ ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാം. അപ്പം അങ്ങനെയുള്ള ആൾക്ക് നമുക്കിത് സെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗിവ് അവേൻ്റെ റിസൾട്ട് നമുക്കൊരു 2-3 ദിവസത്തിനുള്ളിലായിട്ട് അനൗൺസ് ചെയ്യാം കേട്ടോ. താങ്ക്